ഞാൻ ഈ പ്രസംഗം ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. പ്രവാചകന്റെ ഭാര്യ അവളുടെ കാര്യങ്ങളൊക്കെ നിരത്തി വെച്ചപ്പോഴും അവിടേക്ക് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് അവൻ ഭർത്താവ് മരിച്ചുപോയി, 2 മക്കളെ അടിമക്കാർ പിടിച്ചുകൊണ്ട് പോകുന്നു. അതിന്റെ വിഷമത്തിൽ ഓടി വന്ന് അവൾ പറഞ്ഞു, ഉടനെ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു. ആ സൊല്യൂഷൻ അവളത് അനുസരിച്ചു. ആമീൻ ഹാലലുയ. പെട്ടെന്ന് അവളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാവുകയാണ് ചെയ്തത്. അല്ല, ഇവൾ ഓടി വന്നപ്പോഴും ഇവൾ വ്യസനത്തോടെ ദിവസം കടന്നു വന്നപ്പോഴും പ്രവാചകൻ ചോദിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ, പറക നിനക്ക് വീട്ടിൽ എനിക്ക് നിന്നെ അനുഗ്രഹിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. കൃപകൾ തരണമെന്ന് ആഗ്രഹമുണ്ട്. നിന്റെ കുടുംബത്തെ മാനിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിന്റെ കുഞ്ഞുങ്ങളെ ഉയർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ നിന്റെ ഭാഗത്ത് അവൻ എന്ത് റൈറ്റ് ഉണ്ട് ചോദിക്കുവാൻ? പ്രാർത്ഥിക്കാറുണ്ടോ? കരയുന്നവരാണോ? പ്രാപിച്ച കൃപകൾ ദൈവസന്നിധിയിൽ പകരുവാറുണ്ടോ? അനേകർക്ക് പ്രയോജനപ്പെടുത്തുവാറുണ്ടോ? ഏൽപ്പിച്ച ശുശ്രൂഷകൾ വിശ്വസ്തയോടെ ചെയ്യുന്നുണ്ടോ? നാളുകളെ നമ്മൾ ചെയ്തിട്ടുമില്ല. ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിച്ചിട്ടുമില്ല. പിന്നെയും നമ്മൾ അതിന് പ്രാർത്ഥിക്കുവാണ്, കർത്താവേ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ. രാത്രിക്കാലം 7-ാം ദിവസം കടന്നു വന്നിരിക്കുമ്പോൾ മനസ്സിലാക്കണം, നാം ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. നമ്മുടെ ഭാഗത്ത് റൈറ്റ് ഇല്ലാത്ത കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തുമില്ല, ഉപവസിച്ച് നമ്മൾ അടുക്കത്തേ ഉള്ളൂ. ദൈവം നമുക്ക് ഉത്തരം തരുന്ന 2 രീതിയിലാണ്. ഉപസിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഞാൻ പറയാം, ദൈവം നമുക്ക് ആൻസർ തരുന്നത് 2 രീതിയിലാണ്. ഒന്ന് ഏതെന്നറിയാമോ? ഒന്ന് യെസ്, 2 നോ. ഈ നോ എന്ന് പറഞ്ഞ് നമ്മൾ പലർക്കും അത് മനസ്സിലാക്കാൻ വ്യക്തമായ ഉദാഹരണം ബൈബിളിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. ബാരാക്ക് രാജാവ് 2 പേരെ ബിലിയാമിന്റെ അടുത്തേക്ക് അയക്കുകയാണ്. ഹല്ലേലൂയ. അവരോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നീ വന്ന് ഇസ്രായേൽ ജനത്തേക്ക് ഒന്ന് ശപിക്കണം. ദൂത് കേട്ട ഈ ആലോചന കേട്ട ബിലിയാം ഓടിച്ചെന്ന് ദൈവസ്ഥലം മുട്ടുകളേക്ക് മടക്കി ദൈവത്തോട് ആലോചന ചോദിച്ചു, കർത്താവേ നിന്റെ ദാസന്മാരുടെ കൂടെ ഞാനൊന്ന് പോയി അവരെ ഒന്ന് ദൈവത്തിന്റെ ആലോചന മറുപടി എന്താണെന്ന് അറിയാം. ഭവിഷ്യത്തിന്റെ നോ എന്നാണ്. നീ പോകുമരുത്, അവരെ ശപിക്കുകയും ചെയ്യരുത്. ആമേൻ. വന്നവരോട് ബിലിയാം പറഞ്ഞു, ആ ദൈവത്തിന്റെ അരുളപ്പാടില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ എന്നോടൊന്നും തോന്നരുത്, വിഷമിക്കരുത്. ആമേൻ. പിന്നീട് അവസരത്തിൽ അവസരം തരുവാണെങ്കിൽ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചിട്ടു. ഇവർ ഓടിച്ചെന്ന് ബാരാക്ക് രാജാവിനോട് വിവരം അറിയിച്ചു, രാജാവേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല പ്രവാചകൻ. നമ്മൾ വിചാരിച്ചു 500 നോട്ട് കാണിക്കുമ്പോൾ പുള്ളി തലകുത്തു എന്നാ വിചാരിച്ച, പക്ഷെ അത്രക്കാരനൊന്നും അല്ല പുള്ളി കേട്ടോ. പുള്ളി ശരിക്കും ദൈവസം ജീവിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് ബാരാക്കിനോട് വിവരം അറിയിച്ച ബാരാക്ക് പറഞ്ഞു, മോനെ ഞാൻ ഇന്നലെയൊന്നും കാണുന്നതല്ല അവനെ. ഹല്ലേലൂയ. നിങ്ങൾ പോയ വണ്ടി ഏതായിരുന്നു? ഞങ്ങൾ പോയത് ഇന്ന കാളവണ്ടി കൊണ്ടുപോയി. അതാ പറ്റിപ്പോയെന്ന് പറഞ്ഞു. നാളെ നിങ്ങൾ പോകേണ്ട വണ്ടി അതല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഒരു വാഹനം ഒരുക്കിയിട്ടുണ്ട്. ശ്രേഷ്ഠമായ ഒരു വാഹനം നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. ആ വാഹനവുമായിട്ട് അവന്റെ വീട്ടിലോ ചെല്ലാൻ പറഞ്ഞു. ഹല്ലേലൂയ. പുറത്ത് വണ്ടി ഒന്ന് ശബ്ദം കേട്ടപ്പോൾ ബിലിയാം വാതിൽ തുറന്നു നോക്കിയപ്പോൾ അതിമനോഹരമായൊരു വലിയ വാഹനം കടന്നു വന്നിരിക്കുന്നു. ശ്രേഷ്ഠന്മാർ അതിൽ ആളുകളെ അയച്ചിരിക്കുന്നു. ദേശത്തിൻ്റെതായ വലിയ വലിയ ആളുകളൊക്കെ വന്നിട്ട് ബിലിയാമിന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ കൈകൂപ്പി, ബിലിയാമേ നീ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പ്രാപിച്ച ആലോചനയും കേട്ട ദൂതും മറന്നിട്ട് പോകണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ കയറി. സ്തോത്രം. ഈ ചില വിശ്വാസികളൊക്കെ ഉണ്ട്, എന്ത് വന്നാലും ഞാനുണ്ടല്ലോ ഈ വിശ്വാസത്തിൽ നിന്ന് പോകത്തില്ല എന്ന് പറഞ്ഞ് അടുത്ത് കൂടെ നമ്മൾ ഇരിക്കരുത്. കാരണം ഏറ്റവും ആദ്യം പ്രശ്നം വരുമ്പോൾ ഓടുന്ന ആരായിരിക്കും? എന്ത് വന്നാലും എനിക്ക് പേടിയില്ല. ചില അച്ചായന്മാരോട്ട് ഈ കൂട്ടത്തിലിരിക്കുമ്പോൾ എല്ലാം രാത്രി 12 മണിയോ 2 മണിയോ എനിക്കതൊന്നും പേടിയൊന്നുമില്ല. ഞാൻ രാത്രി 2 മണിയായാലും എൻ്റെ വീട്ടിലൊക്കെ പോകുന്നത് തന്നെയാ. ആ വ്യക്തി ഒന്ന് പോകാൻ നിങ്ങൾ നോക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഈ പറയുന്നവർ പോകത്തില്ല, എന്നാ പറയാത്തൊരു ചിലപ്പോൾ പോകും. ഹല്ലേലൂയ എന്ന് പറഞ്ഞ ബിലിയാം ഇവിടെ ആദ്യം എന്റെ വീരവാദമൊക്കെ മുഴങ്ങി, ഞാനിത് എന്റെ വീട് നിറച്ച് പൊന്നു തരാന്ന് പറഞ്ഞാലും ഞാൻ വരത്തൊന്നുമില്ല. എന്നാ നിങ്ങളെ വലിയ അന്ന് അനുഗ്രഹിക്കാന്ന് പറഞ്ഞാലും ഞാൻ വരത്തില്ല.
വലിയ വീരവാദമൊക്കെ മുഴക്കിയെങ്കിലും ഈ പുറത്തു വന്നിരിക്കുന്ന ആളുകളെയും അവർ വന്നിരിക്കുന്ന വാഹനമെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വലിയ ആഗ്രഹം വീണ്ടും പോയി മുട്ടുമടക്കി, കർത്താവേ ഞാൻ പൊക്കോട്ടെ 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 പൊക്കോട്ടെ. ആ നിർബന്ധമാണ് ഈ പോടാന്ന് പറഞ്ഞത്. എന്നാൽ എന്ത് പറ്റിയെന്നറിയാമോ? ആലോചന ആദ്യം കൊടുത്ത ആലോചനയെ മറുതലിച്ചുകൊണ്ട് വീണ്ടും ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ പൊക്കോളാൻ പറഞ്ഞത് ആലോചനയായിരുന്നു. നമ്മള് കുഞ്ഞുങ്ങൾ നിർബന്ധമായിട്ട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിനക്ക് ഇഷ്ടമാണ് നീ കൊണ്ടോ എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടത്തോടെ കൊടുക്കുന്നതാണോ? അല്ല. അവനത് കൊണ്ടുപോയാൽ അനുഗ്രഹം വരത്തില്ല. എന്തു പറ്റിയെന്നറിയാമോ? നിരാശയോടെ മടങ്ങി വരേണ്ടി വന്നു. ഇന്നും ഇങ്ങനെയുള്ള പ്രവാചകന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അവരെന്തിനു വേണ്ടിയെന്നറിയാമോ? ഒരു സത്യപ്രവാചകനാണോ എന്നൊരാൾ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ കൂലി കൊതിച്ച് പോകത്തില്ലായിരുന്നു. ഇന്ന് രാത്രിക്കാരന്റെ വിഷയം അവിടെ അല്ല. ഏൽപ്പിച്ച ശുശ്രൂഷകൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യണം. അവൻ നാളുകളെയും ദൈവം ചോദിക്കേണ്ട പറഞ്ഞ നിനക്ക് നിന്റെ വീട്ടിൽ എന്തുള്ളൂ? രാത്രിക്കാലം തന്റെ ഇടത്തോടെ പറയണം, അവൻ നീ ഏൽപ്പിച്ച ശുശ്രൂഷകൾ, നീ ഏൽപ്പിച്ച കൃപകൾ അതിനിപ്പോ എന്റെ കയ്യിലുണ്ട്. നാളുകളെയും ഞാൻ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യണം. ഇനി നീ എന്ത് ചെയ്യണം? എണ്ണയൊക്കെ പാത്രങ്ങൾ തീർന്നു. എണ്ണ എന്ത് ചെയ്തു? എണ്ണ തീർന്നപ്പോൾ എലീശ പറഞ്ഞു നീ എന്ത് ചെയ്യണം? നീയും ഇത് വിറ്റിട്ട് നീ നിന്റെ കുഞ്ഞുങ്ങളും ജീവനം കഴിച്ചോ. ഒരു കാര്യം മനസ്സിലാക്കിക്കോളാം കേട്ടോ. ദൈവം ഒരു വ്യക്തിയുടെ കൃപ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കുടുംബത്തിനും അനുഗ്രഹമാണ്, നിങ്ങൾക്ക് അനുഗ്രഹമാണ്, ദേശത്ത് അത് അനുഗ്രഹമാണ്, സഭയ്ക്ക് അനുഗ്രഹമാണ്. ഏൽപ്പിച്ച കൃപകളിൽ നിലകൊള്ളട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ദിവസങ്ങളിൽ നമ്മെ ചില ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഏത് തരത്തിലാണെന്നുള്ള കാര്യം നാം മനസ്സിലാക്കിയെടുത്ത് ആ പ്രകാരം ദൈവസന്നിധി മുമ്പോട്ട് പോകുമ്പോൾ കുടുംബത്തിന് അനുഗ്രഹമാണ്, കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാണ്, ദേശത്ത് അനുഗ്രഹമാണ്, സഭയ്ക്ക് അനുഗ്രഹമാണ്. ഇത് പ്രാപിക്കാതെ പോയി കഴിഞ്ഞാൽ സഭയിൽ എന്നും തലവേദനയായിരിക്കും. അദ്ദേഹം വേറെ ഏത് സഭയിൽ ചെന്നാൽ അവിടെ എന്തുമായിരിക്കും? അവിടെയും അതുകൊണ്ട് പാസ്റ്ററെ അവന് അങ്ങനെ തലവേദനയോട് ആരെങ്കിലും വന്നത് അവൻ എവിടെ ചെന്നാലും തലവേദനയാണ്. ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ ഏൽപ്പിച്ച ഒരിക്കലും സഭയിൽ അവൻ സാക്ഷ്യം ഇല്ലാത്തതിന്റെ പേരിൽ അവനൊരു സഹോദരൻ പാസ്റ്ററോട് ചോദിച്ചു, അവൻ സാക്ഷ്യമില്ല, എനിക്ക് സാക്ഷ്യം പറയാൻ അവസരമില്ലെന്ന് പറഞ്ഞു. പാഷ പിറ്റേ ഞായറാഴ്ച എല്ലാവരോടും എഴുന്നേക്കാൻ പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞവരൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എല്ലാവരും സഭയടക്കം എഴുന്നേറ്റ് നിന്നു. എന്റെ കൂടെ വരാൻ പറഞ്ഞു. പാഷ എവിടെ പോയെന്നറിയാമോ? മാർക്കറ്റിലോട്ട് പോയി. ഭാഷ എവിടെ പോകുന്നത്? സാക്ഷ്യം പറയാൻ സഭയ്ക്കകത്തല്ല സാക്ഷ്യം, പുറത്ത്. ഭൂമിയിലൊക്കെ പോയി സുവിശേഷം കേൾപ്പിച്ച ശുശ്രൂഷകൾ നമ്മൾ പകരപ്പെടേണ്ടത് അകത്തല്ല. അകത്ത് ദൈവം കൊടുത്തോളും. നിന്നെ ഏൽപ്പിച്ച് പുറത്ത് കൊടുക്കുവാനാ. ഞാൻ പറയട്ടെ, മാർക്കറ്റിൽ പോകാന്ന് പറഞ്ഞപ്പോൾ ആർക്കും സാക്ഷിയില്ല. അത് വേണ്ട ഭാഷ വേണ്ട സാക്ഷ്യം വല്ലരും കുഴപ്പമൊന്നുമില്ല. പിറ്റേ ആഴ്ച സാക്ഷ്യം പറഞ്ഞ ആരും ഉണ്ടോ ചോദിച്ചാൽ ആർക്കും അനക്കമില്ല. കാരണം എന്താണെന്നറിയാമോ? പുറത്തോ സാക്ഷികളില്ല. അകത്ത് വലിയ പേരും കിട്ടിക്കുന്നുണ്ട്. എന്തുണ്ട്? സാക്ഷ്യമുണ്ട്, പുറത്ത് സാക്ഷ്യം ഇല്ല. ഈ ദിവസങ്ങളിൽ നാം പ്രാപിച്ചത് എന്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ തന്റെ ഇടത്തോടെ പറയുവാൻ കഴിയണം, കർത്താവേ, ആളുകൾക്ക് മുമ്പ് നീ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്റെ മക്കളുണ്ട്. അതെനിക്ക് അനുഗ്രഹപ്പെടുവാൻ, അതെനിക്ക് അനുഗ്രഹമായി തീരുവാൻ